ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ ഇവിടുത്തെ DCCക്കും അതിൻ്റെ അമരക്കാരനായ പ്രവീൺ കുമാറിനും ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കാരണം കോൺഗ്രസ്സുകാർക്ക് ഈ പരിപാടിയൊന്നും ഇല്ലാത്തതാണ്. ഞാൻ എങ്ങും പോയിട്ടില്ല. ആകെ ഒരു തവണ PT തോമസ് ഉണ്ടായിരുന്ന സമയത്ത് തൃശ്ശൂരിൽ ഞാനൊരു പരിപാടിക്ക് പോയി. ഞാൻ ഞെട്ടിപ്പോയി. ഈ ഇടതുപക്ഷത്തിൻ്റെയൊക്കെ പ്രോഗ്രാം പോലെ അത് ഭയങ്കര ശക്തം. ഞാൻ പറഞ്ഞു, PT ഇങ്ങനൊരു കോൺഗ്രസിന് ഇങ്ങനത്തെ ഒരു സംഘമുണ്ടെന്ന് കേരളത്തിൽ ആർക്കും അറിയില്ല. അത്രയ്ക്ക് മനോഹരമായിരുന്നു. പിന്നീട് PT മരിച്ചപ്പോൾ അതിനെക്കുറിച്ച് പിന്നീടൊന്നും ഞാൻ കേട്ടിട്ടുമില്ല. എങ്കിലും കോഴിക്കോടിൻ്റെ മണ്ണിൽ വന്നൊന്നും സംസ്കാരത്തെക്കുറിച്ച് പറയാൻ ഞാൻ യോഗ്യനല്ല. നിങ്ങൾ സംസ്കാര സമ്പന്നരാണ്. കോഴിക്കോട് ജനതയെ ഞാൻ സംസ്കാരം പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം സംസ്കാരം പൊട്ടിമുളർന്ന മണ്ണാണിത്. അങ്ങനെയുള്ള കോഴിക്കോടിന് ഒരുപാട് ചരിത്രമുണ്ട്, വലിയ ചരിത്രമുണ്ട്. വായിച്ചാലും തീരാത്ത ചരിത്രമുള്ള നാടാണ് കോഴിക്കോട്ട്. സാമൂതിരിയുടെ നാടാണ്. അറബികളും യമനന്മാരുമെല്ലാം ഇവിടെ കച്ചവടത്തിന് കടപ്പുറത്ത് വന്ന നാട്ടില് കോഴിക്കോട്ടുകാര് വ്യാപാരികളെ കച്ചവടം പഠിപ്പിക്കാൻ വേണ്ടി ഒരു തന്നെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കൊണ്ടുവന്ന നാടുമാണിത്. അവന്റെ ബണ്ട് കേട്ട് വ്യാപാരികൾ തിരിച്ചു പോകേണ്ട ഗതികേടും വന്നു. അപ്പൊ ഞാനോർത്ത് സാമൂതിരിയുടെ നാട്ടുകാർക്ക് കച്ചവടം ചെയ്യാൻ ഉപദേശകനും അങ്ങനെയുള്ള ആൾക്കാർ മണ്ടന്മാരാ. കോഴിക്കോട് ഇപ്പൊ പൊന്നും ചിങ്ങമാസം എന്ന് പറയുന്നത് കോഴിക്കോട്ടുകാരെയാണ്. കോഴിക്കോട്ടുകാര് കണ്ടുപിടിച്ചതാണ് പൊന്നും ചിങ്ങമാസം. ഈ അറബികളൊക്കെ ഈ കർക്കിടക മാസത്തില് ഇവിടെ പുറക്കടലില് നങ്കൂരമിട്ട് കിടക്കും ചിങ്ങം വെളുക്കാൻ വേണ്ടി. അപ്പൊ കടലിൽ ശാന്തമാവുകയുള്ളൂ. ചിങ്ങം വെളുക്കുമ്പോ അറബികളും യവനന്മാരും ഒക്കെ കരക്ക് വന്ന് ഇവിടെ നിന്ന് പുകയിലയും സുഗന്ധദ്രവ്യങ്ങളും ബീഡിയും സിഗരറ്റും എല്ലാം അറബികളെ ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. പകരമായിട്ട് അവര് നമുക്ക് സ്വർണം തരും. അങ്ങനെ സ്വർണം തരുന്ന മാസമായതിൻ്റെ പേരിലാണ് നമ്മുടെ ചിങ്ങമാസത്തിനെ പൊന്നും ചിങ്ങമാസം എന്ന് കോഴിക്കോട്ടുകാരെ വിളിച്ചത്. ആ വാർത്തയാണ് കേരളം മുഴുവൻ കവികളും ഗാനരചയിതാക്കളും പാടി നടക്കുന്ന പൊന്നും ചിങ്ങമാസം. അതിൻ്റെ ഉടമസ്ഥരും നിങ്ങളാണ്. കാലം പോയി. ഞാനിപ്പോ ഇതുപോലത്തെ സാംസ്കാരിക സദസ്സുകളൊന്നും ഇല്ല, ഒരാൾക്കുമില്ല. ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഞാൻ വായിച്ചു നോക്കി 7, 8, 10 ദിവസത്തെ പരിപാടികളുണ്ട്. ഇന്ന് സാംസ്കാരികമായിട്ട് ഒരു കൂട്ടായ്മക്ക് ജനങ്ങൾക്ക് സമയമില്ല. ഞാനും എൻ്റെ ഫോണും എന്തെങ്കിലും ജീവിതമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. വേറെ ഒരാളായിട്ട് ബന്ധമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വായനശാലയിൽ ചെന്നാൽ കാണാം, ഒരു ചായക്കടയിലെ രാഷ്ട്രീയത്തിൽ ജനങ്ങളെ കാണാം, അല്ലെങ്കിൽ മരണ വീടുകളിൽ ചെന്നാൽ കാണാം, കല്യാണ വീടുകളിൽ ചെന്നാൽ കാണാം. എവിടെ ചെന്നാലും സദ്യ ഉണ്ണുമ്പോഴും മരിച്ച ആളുടെ അടുത്തിരിക്കുമ്പോഴും മൊബൈലുമായിട്ടിരിക്കണം. ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ പറവൂർന്ന് കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളേരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചോ? ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല. അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവൂല ഈ തിരക്ക്. നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവുക. ഇവര് എന്തെന്നാണ് പറയുന്നത്? ആരോടാ? പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും. ഒരാൾ വിളിക്കാൻ നമുക്ക് വിചാരിക്കാം ഇത് ഒരാളല്ലേ. ഇത് വരുന്ന, ഞാൻ എല്ലാം ചെക്ക് ചെയ്തു, വരുന്ന സകല പിള്ളേരും ശ്രദ്ധിക്കുന്നേയില്ല. ഈ ഫോണില് ഓണടിക്കുമ്പോൾ മാറും, അതുമില്ല. ഒന്നാമത്തെ ചെറിയ വഴിയാണ് നമ്മുടെ. ആ ചെറിയ വഴിയിലൂടെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോ നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് കേരളത്തിനോടൊക്കെ പരമപുച്ഛമോ പുതിയ ആളുകൾക്ക്. അവർക്ക് ഇവിടെ വിട്ടുപോകാനാണ് താല്പര്യം. പഠിക്കുന്ന എല്ലാവരും ലക്ഷ്യം UK, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനാണ്. സ്വന്തം നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല.
PSC പരീക്ഷകൾ എഴുതാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു PSC പരീക്ഷ തരാമെന്നാണ് പറഞ്ഞു. എന്തിന്? അപ്പൊ എനിക്ക് വിഷമം വന്നപ്പോഴും ഇന്നത്തെ പത്രവാർത്ത കണ്ടപ്പോ എനിക്ക് അവരുടെ തീരുമാനം നല്ലതെന്ന് തോന്നി. PSC പരീക്ഷ CPO റാങ്ക് ലിസ്റ്റ് വന്ന പെൺപിള്ളേര് കർപ്പൂരം കത്തിക്കുന്നു. സാധാരണ പഴനിയിലും ശബരിമലയിലൊക്കെ ചെന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഭക്തി കണ്ടിട്ടുണ്ട്. മുട്ടിലെഴുന്നു, പഴനി ചെയ്യുന്ന തലമുണ്ടനം ചെയ്യുന്നു നമ്മുടെ ആശാ വർക്കേഴ്സ്. ഇത് എന്താ? പഴനിയിലും ശബരിമലയിലും തിരുപ്പതിയിലൊക്കെ ചെയ്യേണ്ട വഴിപാടൊക്കെ ഇപ്പൊ സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു നന്നായി, അവരിഷ്ടമുള്ള തൊഴിലിട്ട് പോട്ടെ. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അറിയില്ല, അത് ശവസംസ്കാരമാണ്. സകലമാന കുട്ടികളും ഏകദേശം 50% കുട്ടികളും മയക്കുമരുന്നിന്റെ അടിമപ്പെട്ട് കഴിഞ്ഞു. 50%. അല്ലാത്തവന്മാരൊക്കെ നാട്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. അപ്പൊ നല്ല വിത്തുക്കളൊന്നും ഇവിടെ ഉണ്ടാവൂല കുറച്ചാലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം അമ്മ കൊച്ചിന്റെ മേത്ത് MDMA പാക്കറ്റാക്കി ഒട്ടിച്ച് വിടുകയാണ് വിൽക്കാൻ വേണ്ടി. അതുവരെ എത്തിയത് നമ്മുടെ കേരളം. എത്ര കൊലപാതകങ്ങളാണ് ഈ കഞ്ചാവ് വലിച്ചിട്ട്. ഈ താമരശ്ശേരിക്കടുത്ത് ആ ഗ്രാമത്തിൽ രണ്ട് പേരാണ്, ഒന്നും രണ്ടും വെത്തല്ല. ചറപ്പുറ വെട്ടി നശിപ്പിക്കുന്ന ഇറച്ചിക്കട പോലെ ഒരു മനുഷ്യനെയൊക്കെയാണ്. ആ തിരുവനന്തപുരത്ത് അഫാത്തോ അങ്ങനത്തെ ഒരു സ്വന്തം അനുജനെയും അമ്മമ്മയുടെ മോനും ഇളയച്ചനെയും എല്ലാം ഒരു കാരണമില്ല, വലിച്ച് ഈ സാധനം വലിച്ചു അല്ലെങ്കിൽ സാധനം കുടിച്ചു എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഈ നാട്ടിൽ അവരെ ശിക്ഷിക്കല്ല വേണ്ടത്, അവരെ ശിക്ഷിച്ചാ തലമുറ ഇല്ലാതെയൊക്കെ അവരെ നല്ല വഴിക്ക് കൊണ്ടുവരണവരെ. അതിന് വലിയൊരു ഒരു വർക്ക് തന്നെയുണ്ട്. അവരെ അല്ലാണ്ട് അവരെ അത് വലിച്ചുപോയി എന്ന രീതിയിൽ അവരെ എക്കാലത്ത് ഒരു കുറ്റവാളികളായിട്ട് മാറ്റരുത്. അവരെ കൈപിടിച്ച് ഉയർത്താൻ നമുക്ക് ചെയ്യാവുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. പിടിച്ചിട്ട് തൃശ്ശൂർ പൂരത്തിന് അമിട്ടുപൊട്ടണമായൊരു സാധനം പിടിക്കുന്നത് 5 കിലോ 10 കിലോ 100 കിലോ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പിടിക്കുന്നതോറും ഈ രാക്ഷസനെ കൊല്ലുമ്പോൾ രക്തത്തിൽ നിന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും കൂടി നിങ്ങളൊക്കെ മുൻകൈയെടുത്ത് നമ്മുടെ യുവാക്കളെ നല്ല രീതിയിൽ നല്ലൊരു തലമുറയെ ആക്കി വാഴ്ത്തണം. നല്ല തലമുറയാക്കി എടുക്കാനുള്ളത് നിങ്ങളൊക്കെ ഒരു ഐക്യത്തോടെ ശക്തിയോടെ കൂടി പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി വിനീച്ചേട്ടനൊക്കെ ദീർഘമായിട്ട് സംസാരിക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതെ, നന്ദി, നമസ്കാരം.